വീടിനരികിൽ നിന്നും ബിന്ദു പോയതാണ്. പിന്നീട് മടങ്ങി വരാത്തൊരു യാത്രയായിരുന്നു. കോട്ടയത്ത് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിന്റെ മകൾ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു. ജൂലൈ 1-നാണ് ഇതുപോലെ ഈ ആശുപത്രിയിലേക്ക് നവമി എത്തുന്നത്. പക്ഷേ ഇപ്പോൾ നവമി എത്തുന്ന സമയത്ത് അവരുടെ എല്ലാമായ അമ്മ ഇല്ല എന്നത് നവമിയെ സംബന്ധിച്ച് തീർത്ത ദുഃഖമാണ്. സ്പൈനൽ കോഡിന് ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. അത് ഇൻഫെക്ഷനായി കഴുത്തിലേക്ക് ഉൾപ്പെടെ ബാധിച്ചു. അങ്ങനെ 2 ശസ്ത്രക്രിയയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നവമിക്ക് പറഞ്ഞിരുന്നത്. ചികിത്സയ്ക്കൊപ്പം എത്തിയ നവമിയുടെ അമ്മ ഈ അപകടത്തിൽ മരണപ്പെടുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും തുടർ ചികിത്സയ്ക്ക് വേണ്ടി എത്തുന്നു. എന്തായാലും ഒരു പ്രത്യേക മെഡിക്കൽ ബോർഡൊക്കെ തന്നെ ചേരുന്നുണ്ട്. കൃത്യമായ രീതിയിൽ ചികിത്സ പൂർണ്ണമായും സൗജന്യമാക്കാമെന്ന് ഇന്നലെ തന്നെ സർക്കാർ വാഗ്ദാനം ചെയ്തതാണ്. അതിനനുസരിച്ച് ഈ മെഡിക്കൽ ബോർഡൊക്കെ ചേർന്ന ഏത് ശസ്ത്രക്രിയയാണ് ആദ്യം ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ഒരു തീരുമാനമുണ്ടാകും. ഈ ഒരു ട്രോമയൊക്കെ മാറുന്നതിന് വേണ്ടി പ്രത്യേക രീതിയിലുള്ള കൗൺസിലിംഗ് ഒക്കെ തന്നെ നവമിക്ക് കൊടുക്കും. അതിനുശേഷം നാളെ മുതലാകും ഈ വിദഗ്ധ ചികിത്സ തുടങ്ങുക.